ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വാട്സപ്പ് നിങ്ങൾ കണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഫോട്ടോ വാട്സപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റാറ്റസിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഉണ്ട്. കോൾസിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഉണ്ട്. വാട്സപ്പിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചാറ്റ്സ് എന്ന ഭാഗത്ത് ഫോട്ടോസുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റസിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാലും കോൾസ് എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസുകളൊന്നും തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ താഴെ 3 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ 2 പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. പോർട്രേറ്റ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പോർട്രേറ്റ് എന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഗാലറി പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. നേരെ ഗാലറിയിലേക്ക് പോകും. ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമുക്കിവിടെ മോക്കപ്പ് ഡിലേ എന്ന ഭാഗത്ത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പെർമിഷൻ കൂടി ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുന്നുണ്ട്, അവിടെ ഓഫിലാണ്, നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരിക. ഇവിടെ നമുക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇവിടെ കാണുക. ഇവിടെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാം കുറക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ ഫോട്ടോ കാണണം എന്നത് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വെട്രിക്കൽ നിങ്ങൾക്കിവിടെ താഴെ വേണോ മുകളിൽ വേണോ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹോറിസോണ്ടൽ അലൈൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ അല്ലെങ്കിൽ നടുവിലാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ ഓക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാറ്റ്സ് എന്ന ഭാഗത്താണുള്ളത്. ഇവിടെ നിന്ന് സ്റ്റാറ്റസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അവിടെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൾസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ കാണുന്നുണ്ട്. ഇങ്ങനെ വാട്സാപ്പിൻ്റെ മാത്രമല്ല, നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.